പുസ്തകങ്ങൾ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. കേരളത്തിൽ നിരവധി പുസ്തകശാലകളുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, അതായത് ഉദ്ഘാടനത്തിന് മുൻപേ തന്നെ വേൾഡ് വൈഡായിട്ട് ഫേമസ് ആയ ഒരു ബുക്ക് സ്റ്റോളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത് വേറെ എവിടെയല്ല കേട്ടോ, ആലുവയിലെ വൺസ് അപ്പോൺ എ ടൈം ബുക്ക് സ്റ്റോളിലാണ്. അപ്പോൾ ഇവിടുത്തെ ഓണേഴ്സിനെ, ബുക്ക് ഷോപ്പ് ഓണേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. അപ്പം നിങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ്. ഇന്നത്തെ തലമുറയോട് അല്ലെങ്കിൽ കുട്ടികളോട് എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ന് വെച്ചാൽ യങ് ജനറേഷൻസ്, അതായത് ജെൻ ആൽഫ എന്ന് നമ്മൾ പറയണത്, ആളുകൾ നന്നായിട്ട് റീഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പോയത് ഇപ്പം ജെൻ സി എന്ന് പറയുന്നവരും കുറച്ച് റീഡേഴ്സ് ഉണ്ട്. അതിന് മുന്നേ ഉള്ള ഒരു തലമുറയുണ്ട്, അവിടെയാണ് നമുക്ക് റീഡിങ് നിന്ന് പോയത്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ഷോപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പർച്ചേസിങ്ങിൻ്റെ ഇതിൽ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ജെൻ ആൽഫ ഭയങ്കരമായിട്ട് ബുക്സിലേക്ക് വരുന്നുണ്ട്. അവർ നന്നായിട്ട് റീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പുതിയ ജനറേഷനേക്കാളും കുറച്ചും കൂടി ഓൾഡർ ജനറേഷനെയാണ് നമ്മൾ എന്താ പറയുക കൂടുതലായിട്ട് മനസ്സിലാക്കിക്കേണ്ട ബുക്കിൻ്റെ ആവശ്യം എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. ജെൻസിയും ജെൻ ആൽഫയും നന്നായിട്ട് ബുക്ക് വായിക്കുന്നുണ്ട്. നമ്മളെ കുറ്റം പറയേണ്ടത് അവരെ അല്ല. ശരിക്കും ഇതിന് മുന്നേ ഒരു ജനറേഷനിൽ എവിടെയോ വെച്ച് ബ്രേക്കായി പോയതാണ്. അപ്പോൾ ഈ രണ്ട് ജനറേഷനോടും ഞങ്ങൾക്ക് ബുക്കിൻ്റെ കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ട് റീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എന്തോ ഒരു കഥയുണ്ടെന്ന് ഞാൻ കേട്ടു ഈ ലൈബ്രറിക്ക് പിറകില്. എന്താണ് ആ കഥ? അല്ല, അത് വേണോ? അല്ല, ഞങ്ങൾ രണ്ടുപേരും നല്ല റീഡേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പം ഞങ്ങൾ ആലുവ ലൈബ്രറിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത്. ആലുവയിൽ ഒരു വലിയൊരു ലൈബ്രറി ഉണ്ട്, അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. അപ്പം നമ്മളൊരു റീഡിങ് തന്നെയാണ് ഞങ്ങളെ അടുപ്പിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമാതിരി സീരിയസ് റീഡേഴ്സ് ആയതുകൊണ്ട് അത് തന്നെയാണ് അടുപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. അജി ഒരു ദിവസം കൊണ്ടുവന്ന് ബഷീറിന്റെ പ്രേമലേഖനം കൊണ്ട് തന്ന ബുക്ക്, അതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത്. അപ്പൊ അതും ഞങ്ങളെ ബുക്കായിട്ട് തന്നെയാണ് യോജിപ്പിച്ചത്. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ബുക്ക്. അതെ. പൗലോ കൊയ്ലോയുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് കേട്ടിട്ടുണ്ട്. അതിലേക്ക് എത്താനുള്ള സംഭവം എന്തായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റീൽസ് ഷെയർ ചെയ്തിട്ടോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം, ഇൻസിഡന്റ് ഉണ്ടായത്? അങ്ങനെ ഒന്നും ഷെയർ ചെയ്തതല്ല. ഇത് ഏതോ ഒരു വഴിപോക്കൻ ഇങ്ങനെ ബസ്സിൽ പോയപ്പോൾ ഈ ബുക്ക് ഷോപ്പിന്റെ ഇത് കണ്ടിട്ട് പുള്ളി ഫോട്ടോ എടുത്തിട്ട് പുള്ളിയുടെ ഇൻസ്റ്റയിൽ അത് ചെയ്തു, ഷെയർ ചെയ്തു. അപ്പൊ അത് അങ്ങനെയാണ് പൗലോ കൊയ്ലോ കണ്ടിട്ട് അത് ട്വീറ്റ് ചെയ്യുന്നത്. നമ്മളത് അറിഞ്ഞില്ലായിരുന്നു. ഞങ്ങൾക്ക് ആ സമയത്ത് ഇൻസ്റ്റ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, അങ്ങനെയാണ് ഫേമസ് ആയത്. നമുക്ക് സർപ്രൈസ് ഇല്ല. നമ്മള് എന്താ, ആളുകള് കാണണം, ബുക്ക് ഷോപ്പിലേക്ക് വരണം, ആ ഇതിൽ മാത്രമേ ചെയ്തുള്ളൂ. പൗലോ കൊയ്ലോ ട്വീറ്റ് ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല.